Hope you all are doing good and safe and healthy. Welcome to my YouTube channel. Let's make chole masala or chana masala, a North Indian dish. So, this is we with whatever available in our kitchen. Let's make masala for chana masala. Yes, without any further delay, let's get into the recipe. നമുക്ക് അതിന് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ പറയുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആൻഡ് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഈ സ്പൈസ് ലെവലൊക്കെ നിങ്ങളുടെ ഡിസയർ അനുസരിച്ച് മാറ്റാം. This masala is my version of masala, not authentic masala. ഇനി നമ്മൾ ഈ മസാല നമുക്കൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് മാറ്റി വെച്ചിട്ട് ആ സെയിം പാനിൽ തന്നെ ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. Now it's time to splatter cumin seeds. ഇത് ഞാനൊരു 1 കപ്പ് കുക്ക്ഡ് ചിക്ക് പീസിൻ്റെ ഒരു അളവിലാണ് ഞാൻ പറയുന്നത്. Now it's time to add 1 large chopped onion. Saute till it turns to golden brown. നന്നായിട്ട് സോട്ട് ചെയ്ത് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. 1 ടീസ്പൂൺ ആണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ റോസ് സ്മെല്ല് മാറിയതിന് ശേഷം 2 ലാർജ് ചോപ്പ് ടൊമാറ്റോസ് നമ്മൾ ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തതിന് ശേഷം ഈ ടൊമാറ്റോ അല്ലേ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്തെടുക്കാം. Now the tomatoes are done. It's time to add 5 or 6 cashews. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. Now it's time to add the prepared chana masala and prepared chana masala, and now it's time to combine it well. ഇനി നമ്മൾ 1 കപ്പ് ചിക്ക് പീയിൽ നിന്ന് ഒരു ഹാൻഡ്ഫുൾ ഓഫ് ചിക്ക് പീസ് എടുത്തിട്ട് നമ്മൾ ഈ സോട്ടഡ് മസാലയിലോട്ട് ചേർത്ത് ഒന്നും കൂടി സോട്ട് ചെയ്യാം. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി കാഷ്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ കാഷ്യൂ വേണമെന്നില്ല, നമുക്ക് ചന മാത്രം മതി. Now it's time to blend this mixture into a thick puree. ഇത് ഞാൻ വളരെ ചൂടോട് കൂടി തന്നെയാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പക്ഷെ അങ്ങനെ ചെയ്യേണ്ട, ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി. ഈ ബ്ലെൻഡഡ് മിക്സ്ചർ നമ്മൾ പാനിലോട്ട് ഒഴിച്ച് കൂടെ തന്നെ ഒരു 1 കപ്പ് ഓഫ് ഹോട്ട് വാട്ടർ, ഞാൻ ആ ബ്ലെൻഡർ ഒന്ന് വാഷ് ഔട്ട് ചെയ്തിട്ടുള്ള സെയിം വാട്ടർ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. Now let's wait for a few minutes and then add the rest cooked chana into the gravy and then wait till it boils, and after that add thick cream milk. അതിനുശേഷം ഒരു 2 or 3 മിനിറ്റ്സിന് ശേഷം കൊറിയാൻഡർ ലീവ്സ് വെച്ച് ഗാർണിഷ് ചെയ്താൽ നമ്മുടെ ചന മസാല റെഡിയായി. Now it's tasting time. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ബട്ടൂരിയാണ്. So do try this out. Do like, share and subscribe. Thank you for watching.